إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലി ഇംറാൻ 127ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ബദർ യുദ്ധത്തിന്റെ ആ സന്ദർഭം തന്നെയാണ് ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. എന്തിനാണ് ബദർ യുദ്ധം ഉണ്ടായത്, എന്തിനാണ് ഈ ബദർ യുദ്ധം മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിച്ചത്, അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം, അതിന്റെ പിന്നിലുള്ള ഒരു അപാരമായ അല്ലാഹുവിന്റെ ഉദ്ദേശം അല്ലാഹു വെളിവാക്കുകയാണ്. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറു, ലിയഖ്തഅ മുറിച്ചു കളയുന്നതിന് തറഫൻ ഒരു സംഘത്തെ, മിനല്ലദീന കഫറു അവിശ്വാസികളിൽ നിന്നും ഒരു സംഘത്തെ മുറിച്ചു കളയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മുറിച്ചു കളഞ്ഞു. ഉത്ബത്തും ഷൈബത്തും അബൂജഹലും പോലെയുള്ള വലിയ ആ അന്നത്തെ മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാർ 70ഓളം പേർ, ആ പ്രമുഖരായ 70ഓളം പേർ അന്നത്തെ ബദർ യുദ്ധത്തിൽ മരണമടയുകയുണ്ടായി. അതോടുകൂടി ആ മക്കത്തെ അവരുടെ ആഢ്യത്വവും അങ്ങനെയുള്ള ഹുങ്കും അഹങ്കാരവും എല്ലാം അവസാനിക്കുകയുണ്ടായി. അവർ അങ്ങേയറ്റം ദുർബലമായി. പിന്നീട് അബൂ സുഫിയാനും അതുപോലെ ഖാലിദ് ഇബ്നു വലീദും ഒക്കെയാണ് അതിന്റെ നേതൃത്വത്തിലേക്ക് വന്നത്. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള പ്രമുഖരായ ഒരുപാട് പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണനേരം കൊണ്ട് ഒരൊറ്റ യുദ്ധത്തിൽ കൂടി തന്നെ അവരെ തകർത്ത് കളഞ്ഞു. അവരെ സംഘശക്തി അല്ലാഹു ക്ഷയിപ്പിച്ചു കളഞ്ഞു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറു, അവിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘത്തെ മുറിച്ചു മാറ്റുന്നതിനും ഔയക്ബിദഹും അവരെ അപമാനപ്പെടുത്തുന്നതിനും. അങ്ങേയറ്റം അപമാനമാണ് അവർക്കുണ്ടായത്. 113ഓളം വരുന്ന അങ്ങേയറ്റം ദുർബലരായ, യുദ്ധബലമില്ലാത്ത, സംഘശക്തിയില്ലാത്ത ആ മുഅ്മിനീങ്ങൾ, അങ്ങേയറ്റം ദരിദ്രരായ ആ മുഅ്മിനീങ്ങളോടാണ് ഇവർ പരാജയപ്പെട്ടത്. ഇവരാണെങ്കിലും അഡ്യത്വത്തിന്റെയും അഭിമാനത്തിന്റെയും അതുപോലെ വലിയ സംഘശക്തിയുടെയും ഒരുപാട് പണത്തിന്റെയും ധനത്തിന്റെയും മുൻപിൽ അവർ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അതേസമയം മുഅ്മിനീങ്ങളോട് അവർ പരാജയപ്പെടുകയുണ്ടായി. അതാണ് അല്ലാഹു പറയുന്നത്, ഔയക്ബിതഹും, അല്ലെങ്കിൽ അവരെ അപമാനപ്പെടുത്തുന്നതിനും അതുമാത്രമല്ല നിരാശരായി പരാജയപ്പെട്ടുകൊണ്ടവർ തിരിഞ്ഞു പോകുവാനും, മക്കത്തേക്ക് നിരാശരായി പരാജയപ്പെട്ടുകൊണ്ടവർ തിരിഞ്ഞു പോകുകയുമുണ്ടായി. അതാണ് അതിന്റെ സംഭവിച്ചത്. ആ സന്ദർഭത്തിൽ സംഭവിച്ചത് അല്ലാഹു വിശദീകരിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.